അപ്പോൾ കരുണാകരൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ BJP ആകുമായിരുന്നു. എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, അച്ഛൻ അത്രയും വിഷമിച്ചിട്ടാണ് പോയത്, ഈ ഭൂമിയിൽ നിന്ന് പോയത്. അത്രയും കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ അവമാനിച്ചിട്ടുണ്ട്, ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ട ഞാനൊരാളേ ഉള്ളൂ. മുരളിയേട്ടൻ കണ്ടിട്ടില്ല അതൊന്നും. ഞാനാണ് അച്ഛൻ്റെ കൂടെ നിന്ന് എല്ലാ സങ്കടങ്ങളും കണ്ടിട്ടുള്ളത്. കോൺഗ്രസിനെ കുറിച്ച് നല്ലപോലെ പഠിച്ചിട്ടുള്ള ഒരാൾ BJP വർഗീയ പാർട്ടി അല്ല എന്നുള്ള തോന്നൽ അതുണ്ടാകുന്നത് ഏത് ഘട്ടത്തിലാണ്? കുറച്ച് കാലമായി ഒരു പാർട്ടീനെ പറ്റി പഠിക്കുമ്പോഴല്ലേ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ കുറച്ച് 3 കൊല്ലം കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഈ പാർട്ടി വേണ്ട എന്നൊരു തോന്നൽ എനിക്കാണ്. ഇങ്ങനെ ചതിയന്മാരുടെ കൂടെ നിൽക്കാൻ വയ്യ എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓരോ പാർട്ടീനെ പറ്റിയിട്ടും ഓരോ വിശകലനം നടത്തിയപ്പോൾ ഈ പറയുന്ന മാതിരിയല്ല, അത്ര മോശമല്ല ഇതിൻ്റെ ഉള്ളിലെന്ന് എനിക്ക് മനസ്സിലായി. കോൺഗ്രസ് ഒരു മതേതര പാർട്ടി അല്ലേ? ആണ്, മതേതര പാർട്ടിയൊക്കെയാണ് അവരുടെ ആവശ്യം അനുസരിച്ച്. പാർട്ടി അവരുടെ സൗകര്യമാകുമ്പോൾ അവർ അതെടുക്കും, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ കൂടെ കൂടും. ഇപ്പം അവരും തുടങ്ങിയല്ല മൃദു ഹിന്ദുത്വം. അവരിപ്പോൾ അടുത്ത കാലത്താണ്.